ഞാൻ റീസെൻ്റായിട്ട് ഇടുന്ന ഷോർട്സുകളിലും എന്നെപ്പോലെ തന്നെ മറ്റ് പലരിടുന്ന ഷോർട്സിൻ്റെയും താഴെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടൊരു റിക്വസ്റ്റാണ് കേട്ടോ. ഈ ഫോണ്ട് സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും. ഞാൻ പൊതുവേ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വീഡിയോസും ഷോർട്സും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇതൊന്ന് നിങ്ങളെ കാണിക്കണം എന്നെനിക്ക് തോന്നി. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാലിഗ്രാഫി ഫോണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഫോൺ സ്പേസ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിലൊരുപാട് ഫോൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഞാനിവിടെ കാണിക്കുന്നത് തിക്ക് ബ്രഷിൻ്റെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത് തിക്ക് ബ്രഷിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ നമുക്ക് തിക്ക് ബ്രഷ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ടുന്ന ഫോൺ സ്റ്റൈൽ ഏതാണോ അത് കിട്ടും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിം ഒന്ന് നമ്മൾ സെർച്ച് ബട്ടണിൽ ടൈപ്പ് ചെയ്താൽ മതി. ശേഷം നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ഫയലിൽ സേവ് ചെയ്യുന്നു. ഫയലിൽ സേവ് ചെയ്യുമ്പോൾ സിപ്പ് ഫയലായിട്ടാണ് അത് സേവ്ഡ് ആവുന്നത്. തുടർന്ന് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഡേറ്റ ഫയൽ അതിനകത്ത് സ്റ്റോർ ആവും. ശേഷം നമ്മൾ ഏത് എഡിറ്റിംഗ് ആപ്പാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് പോവുക. ഞാനിവിടെ ഇൻഷോട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്കാണ് നമ്മൾ ഈ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ബ്ലാങ്ക് വീഡിയോയിലാണ് കേട്ടോ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാകും. ശേഷം നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിലവിൽ അവിടെയുള്ള ഫോണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മളുടെ പുതിയ ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നിലവിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫോണ്ട് ഒന്ന് സജസ്റ്റ് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് കൊടുക്കുമ്പോൾ ഫയൽ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തിക്ക് ബ്രഷ് ഫോൺ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെറിയൊരു സപ്പോർട്ട് തരാനും മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒട്ടനവധി ഫോൺസ് വീണ്ടും നമുക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് സ്റ്റിക്കേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. സ്റ്റിക്കേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഫയൽസും കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാറില്ല. ജസ്റ്റ് ഗൂഗിളിൽ നമ്മളൊരു ടാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒത്തിരി സ്റ്റിക്കേഴ്സ് വരും. അത് ആസ് യൂഷ്വൽ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് സ്റ്റിക്കേഴ്സിനകത്തല്ല ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാറ്. ടെക്സ്റ്റിനകത്ത് പോയിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റ് എഡിറ്റിങ്ങുകളെല്ലാം നമ്മൾ ഇൻഷോട്ടിൽ സ്വതവേ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഗൂഗിളിൽ പോയിട്ട് സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഒരുപാട് വെബ്സൈറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് കോപ്പി പേസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു.